ഭാര്യയുടെ വിവാഹേതര ബന്ധം പ്രഥമദൃഷ്ട്യാ തന്നെ തെളിഞ്ഞാൽ ഇടക്കാല ജീവനാംശവും നിഷേധിക്കാം. മെയിൻ്റനൻസ് ആനുകൂല്യം നിഷേധിക്കുന്നതിന് അഡൾട്ടറി ഒരു കാരണമാണ്. ഈ വ്യവസ്ഥ തന്നെയാണ് ഇൻ്ററിം മെയിൻ്റനൻസിൻ്റെ വിഷയത്തിലും ബാധകമായിട്ടുള്ളത്. ഭാര്യ ലിവിങ് ഇൻ അഡൾട്ടറിയിലാണ് എന്ന് തെളിയിക്കപ്പെടണം. ഇതുമായി ബന്ധപ്പെട്ട് CRPC സെഷൻ 125 ശക്തമായ വിധിയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത്. ഭർത്താവിൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുണ്ടെങ്കിൽ ഫൈനൽ ഹിയറിംഗ് വരെ ആ എവിഡൻസിനെ ഇഗ്നർ ചെയ്തുകൊണ്ട് ഭാര്യയ്ക്ക് ഇൻ്ററിം മെയിൻ്റനൻസ് നൽകിക്കൊണ്ടിരിക്കാൻ കഴിയുന്നതല്ല. അഡൾട്ടറിയിലാണ് തൻ്റെ ഭാര്യ ജീവിക്കുന്നതെന്ന് കേസിൻ്റെ തുടക്ക സമയത്ത് തന്നെ സബ്മിറ്റ് ചെയ്താൽ അത് പരിഗണിക്കപ്പെടേണ്ടതാണ്. വർഷങ്ങൾക്ക് ശേഷം കേസിൻ്റെ ഫൈനൽ ഹിയറിംഗിലാണ് ഇത്തരം തെളിവുകൾ സ്വീകരിക്കുന്നതെങ്കിൽ ഭർത്താവിനത് ദോഷകരമായിരിക്കും. ഭാര്യ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് പ്രഥമദൃഷ്ട്യാ ഭർത്താവിന് തെളിവുകളിലൂടെ സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ വിചാരണ പൂർത്തിയാക്കുന്നതിന് മുമ്പ് നൽകുന്ന ഇടക്കാല മെയിൻ്റനൻസ് നിഷേധിക്കാമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വ്യക്തമാക്കി. വ്യക്തവും വിശ്വസനീയവുമായ തെളിവുകൾ ആവശ്യമാണ്, വെറും ആരോപണങ്ങൾ ആയിരിക്കരുത്. കേസിലെ കക്ഷികൾ 2014 വിവാഹിതരാവുകയും അവർക്കിടയിൽ തർക്കങ്ങളെ തുടർന്ന് 2020 ഭാര്യ കുട്ടിയുമായി സ്വന്തം വീട്ടിലേക്ക് പോവുകയും ചെയ്തു. തുടർന്ന് CRPC സെഷൻ 125 പ്രകാരം മെയിൻ്റനൻസ് ലഭിക്കുന്നതിന് കോടതിയെ സമീപിച്ചു. ഈ കേസിൽ CRPC സെഷൻ 125(4) അനുസരിച്ച് ഭാര്യ ലിവിങ് ഇൻ അഡൾട്ടറിയിലായതിനാൽ മെയിൻ്റനൻസിന് അർഹതയില്ലെന്ന് കാണിച്ച് ഭർത്താവും കോടതിയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തു. തെളിവിലേക്കായി ഫോട്ടോഗ്രാഫ്സും ഇലക്ട്രോണിക് മെറ്റീരിയൽസും മറ്റ് തെളിവുകളും വിചാരണ കോടതിയിൽ സബ്മിറ്റ് ചെയ്തു. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വൈഫിനുള്ള ഇൻ്ററിം മെയിൻ്റനൻസിന്മേൽ ഇമ്മീഡിയറ്റ് ഡിസിഷൻ ആവശ്യമാണെന്നും ഭർത്താവിൻ്റെ ഭാഗം ബോധിപ്പിച്ചു. എന്നാൽ ട്രയൽ കോടതി ഭർത്താവിൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുകയാണുണ്ടായത്. ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും സമാന വിധിയാണ് പുറപ്പെടുവിച്ചത്. എന്നാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സെഷൻ 125(4) കണ്ടീഷൻസും ഡിസ്ക്വാളിഫിക്കേഷൻസും വ്യക്തമാക്കുകയുണ്ടായി. അവിഹിതത്തിൽ ജീവിക്കുന്ന ഒരു ഭാര്യയ്ക്ക് മെയിൻ്റനൻസോ ഇൻ്ററിം മെയിൻ്റനൻസോ ലഭിക്കുന്നതിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല. 125(4) അനുസരിച്ച് ഭർത്താവ് ആപ്ലിക്കേഷൻ നൽകിയാൽ മാത്രം പോരാ, അതിൽ വ്യക്തമായ തെളിവും ഹാജരാക്കേണ്ടതുണ്ട്. മെയിൻ്റനൻസ് കേസ് പെൻഡിങ്ങിലാണ് എന്ന കാരണത്താൽ ഭർത്താവ് സമർപ്പിച്ച 125(4) ആപ്ലിക്കേഷൻ തിരസ്കരിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ ഭർത്താവ് സമർപ്പിക്കുന്ന തെളിവുകളിൽ എതിർകക്ഷി ഭാഗത്തെയും കേട്ടുവേണം ഫൈനൽ ഫൈൻഡിങ്സ് ഉണ്ടാകേണ്ടത്. നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക. മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.